ഇതിനു മുമ്പേ നീ കുറെ പേരെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ വരുന്നവൻ അത്ര ബലവാനൊന്നുമല്ല. എന്നാലും എന്റെ ഒരു സേഫ്റ്റിക്ക് നീ ഒരു 2-3 അടി അകലത്തിൽ തന്നെ എന്റെ കൂടെ വേണം കേട്ടല്ലോ. ഈ സുധി ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കും. പേടിപ്പിക്കാൻ നോക്കുകയാണല്ലേ. സച്ചിൻ എന്താ ഫോൺ എടുക്കാതിരുന്നേ? എത്ര തവണയായിട്ട് വിളിക്കാം? ഞാനും കൂടെ വരുന്നേ, അവൻ എടുക്കാരുന്ന്. എടുത്തില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങോട്ട് സച്ചിനെ കാണാൻ വരെ ഇരിക്കായിരുന്നു. എന്തിനാ എന്നെ കാണാൻ വരുന്നേ? ഓ, എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ? നീ മനസ്സിൽ വിചാരിച്ചപ്പോൾ ഞാൻ വന്നില്ലേ? അതാണ് മനപ്പൊരുത്തം. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പുറത്തു പോയി കാണിട്ട് വന്നാലോ? നമ്മള് രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോണെന്നാ പറയുന്നത്. അതെന്തു പറ്റി? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ രവതി? അമ്മ കുഴപ്പമുണ്ടാക്കിയോ? അമ്മയല്ല, സച്ചേട്ടന്റെ ഏട്ടനാ കുഴപ്പമുണ്ടാക്കുന്നത്. അവന്? ഞാൻ പറയാൻ പോകുന്നത് സച്ചേട്ടൻ സമാധാനമായിട്ടൊന്ന് കേൾക്കണം. ദേഷ്യപ്പെടരുത്. ഓ, അപ്പൊ ദേഷ്യം വരാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. സച്ചേട്ടന്റെ ഏട്ടനെ അന്ന് കൊടുത്ത പോലെ ആരും ഒരു കത്ത് കൊടുത്തു വിട്ടു. അതിലെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും, നിന്റെ സഹോദരൻ ജയിലിൽ പോവും, നീ ആത്മഹത്യ ചെയ്യുന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ലെറ്റർ കൊടുത്തു വിട്ട് പേടിപ്പിക്കുന്ന സച്ചിനാണെന്നാ നിങ്ങളുടെ ഏട്ടൻ പറയുന്നത്. സച്ചിനാണെന്നാ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. അത് വിശ്വസിച്ചതേ അമ്മ ഇപ്പൊ അവിടെ വാളെടുത്തിരിക്കുക. നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിൽക്കരുത്, ഇവിടെ നിന്ന് പോകണോ അത്രേ. സച്ചിട്ട് വേണ്ട, നിക്ക് ഞാൻ ഒന്ന് പറയട്ടെ. ദേഷ്യപ്പെടല്ലേ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല. എന്തിനാ ചെയ്യാത്ത എന്റെ തലയിടുന്നേ? സച്ചിൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കും അറിയാം. ഞാനത് അവരോട് പറയുകയും ചെയ്തു. പക്ഷെ അതവര് ചെവി കൊള്ളുന്നില്ല. സച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. സമാധാനത്തോടെ അവരെന്ന് പറഞ്ഞു മനസ്സിലാക്ക്. പ്രശ്നം ഉണ്ടാക്കല്ലേ. സമാധാനം കയ്യിൽ അടിമൊത്തം വാങ്ങിച്ചടങ്ങും. അവനിരുന്ന് ഞാൻ സച്ചിക അവിടെ നിൽക്ക്. വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. പ്രശ്നം സച്ചിക, സച്ചിനെ പറയട്ടെ. തല്ലെന്താ പറയാ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? തൊട്ടുപോകുന്നവരെ സച്ചിക എന്തായി കാണിക്കുന്നേ? സച്ചി വേണ്ട, തൊട്ടു പോരുത് സുധി. എന്ത് തോന്നിയാന്ന് പറയാം. വിടാൻ പറയൂ. സച്ചി നിന്നോട് ഇവിടെ വരാനാ പറഞ്ഞേ. എന്താ നീ കാണിക്കണേ? ഇതൊരു വീടല്ലടാ. ഇങ്ങനെ ഒരാളിവിടെ നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എന്നാ പ്രതിമയാ. അച്ഛാ, അവൻ എന്തൊക്കെ എന്നെ കുറ്റിപ്പറ്റി പറഞ്ഞത്? ഞാനാണ് അവനെ കത്തെടുത്ത് പേടിപ്പിച്ചത്. അതേടാ, നീ തന്നെ ചെയ്തത്. മറന്നിരുന്ന് പിന്നിലോ കുത്തുന്ന ശീലം എനിക്കില്ലടാ. പറയാനുള്ള നേരിട്ട് വന്നേ നെഞ്ഞുറപ്പോടെ മൂത്ത് നോക്കി പറഞ്ഞ ഞാൻ. ഓഹോ, നീ എന്നോടുള്ള ദേഷ്യത്തിലല്ലടാ ആ കത്ത് എഴുതി കൊടുത്തു വിട്ടത്. നിന്നോട് ദേഷ്യം എനിക്ക് കേട്ടാക്കണോ? അയ്യോ, എന്റെ പൈലി, ഇങ്ങനെ മരത്തടി പോലെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാണോടാ 20 മുട്ടയും 2 കോഴി ഇറച്ചി ഞാൻ നിനക്ക് വാങ്ങി തരുന്നത്? ഇല്ല ബോസ്, ഇത് നിങ്ങളുടെ ഫാമിലി മാറ്ററാ. നിങ്ങൾ പറയാതെ ഞാനൊന്നും ചെയ്യില്ല. ബോസ് ഓർഡർ ഇട്ടാൽ ഞാൻ ആക്ഷൻ എടുക്കും. എപ്പോഴേ ഞാൻ ഓർഡർ ഇട്ടു. ഇവനെ തൂക്കിയെടുത്ത് വെളിയിടാ. എന്നെ തൂക്കിയെടുത്ത് വെളിയിടാനോ? അയ്യോ, നീ തീർന്നു. പൈലി ചെല്ലി പൈലി. സച്ചിട്ട് വേണ്ട. അയ്യോ വേണ്ട, സച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കി നിൽക്കല്ലേ. വേണ്ട. എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ബോഡി ഗാർഡ് പൈലിയായിട്ട് വന്നത്. ഉള്ളകളെ കൂട്ടി വീട്ടിലാ വരുന്നേ. അച്ഛനറിയോ, ഇവൻ ഒന്നല്ല, ഇവൻ 10 പേരെ ഒറ്റയ്ക്ക് നേരിടും. ഇവന്റെ കൈക്കരുത്തണ്ട് പലരും പേടിച്ച് താഴെ വീണിട്ടുണ്ട്. 25 പേര് ഇപ്പോഴും ഐസിയില്ല അല്ല. ഇവൻ പിന്നെ ആരെയും കൊല്ലാറില്ല. പക്ഷെ ജീവിച്ചിരുന്നിട്ട് പിന്നെ ഒരു കാര്യമില്ലാത്ത പരുവത്തിലാക്കും. ഇഞ്ച പരുവത്തില്. ഞാൻ ഓർഡറിട്ട് കഴിഞ്ഞു. ഇനി എന്റെ പൈലിയുടെ മുമ്പിൽ വെച്ച് നീ തന്നെ തൊട്ടോക്കണ. അപ്പൊ അറിയാം. സച്ചിട്ടാ ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വരേ. എന്നിട്ട് എന്റെ ബോസിനെ അടിക്കണം അല്ലേ? അത് മനസ്സിൽ വെച്ചാൽ മതി. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എന്റെ ബോസിനൊന്നും സംഭവിക്കില്ല. തൊടാൻ കഴിയില്ല നിനക്ക്. ഇനി അഥവാ തൊട്ടാൽ നിന്റെ പൊടി പോലും കാണും. എന്താ സുഖം? അയാൾ പിടിച്ച് മാറ്റി കൊണ്ടെങ്കിൽ പുറത്ത് നാളെ ഇറക്കി തല്ലിക്കോടാ. അയാളോട് വെളിയിൽ പോകാ. ഇല്ല ചാ, ഇവനെ ഞാൻ കൂടെ കൊണ്ടുവന്നത് ഇവന്റെ ബോഡി കാണാ. ഇവനെന്റെ അടുത്ത് തന്നെ കാണും. നീ എരിയടിച്ചു കൊടുത്തോട്ടാ. സുധീഷം, ഇത് നമ്മുടെ ഫാമിലി മാറ്റർ അല്ലേ? എന്തിനാ വെറുതെ? എന്ത് ഫാമിലി മാറ്റർ? നമ്മളൊക്കെ ഒരു ഫാമിലിയാണെന്നുള്ള ചിന്ത ഇവനുണ്ടായിരുന്നെങ്കിൽ ഇവൻ എനിക്ക് ഊന്നൊക്കെ തരുമായിരുന്നു. ഈ സ്തുതി എഴുതില്ലാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞ മനസ്സിലാവില്ലേ? നിന്നെ ഞാൻ നിന്ന് അടവർക്കാതെ ഇടിക്കലാണ്. എന്റെ ബോസിനെ നീ തൊട്ടാൽ വീടില്ല ഞാൻ. എന്റെ കുറുകെ വരാതിരിക്കുന്ന നല്ലത്. നീ എന്നെ വരട്ടുന്നത് പോലെ പൈലിയെ വരട്ടാൻ നോക്കണ്ട. നിനക്കറിയില്ല പൈലി ആരാണെന്ന്. ഇവനൊന്ന് ആഞ്ഞടിച്ച നിനക്ക് പിന്നെ 4 ദിവസം എഴുന്നേക്കാൻ പറ്റത്തില്ല. എന്റെ ദേഹത്തൊന്ന് കയറുക. ഓ എടാ പൈലി, നിന്ന് അവന്റെ പ്രഭാഷണം കേട്ടോണ്ട് നിൽക്കാതെ അവനെടുത്ത് വെളിയിൽ കളയടാ. പൈലി തിരിച്ചടിക്കടാ. പൈലി എടാ, പൈലി എടാ, പൈലിയായോ? അയ്യോ പൈലി, അനക്കൊന്നുമില്ല. എടാ പാലമാടാ, എഴുന്നേക്കടാ. എടാ പൈലി, എടാ ഉറങ്ങാതെ എണീക്കടാ. എണീക്കടാ, എണീച്ചടിക്കടാ. ഇതൊന്നും വാങ്ങണ്ട. എടാ, എന്റെ 20 മുട്ടയും 2 കോഴിയായിരുന്നു മോങ്ങുന്നത്. സമാധാനമായല്ലോ നിനക്ക്? നല്ല ബെസ്റ്റ് ബോഡി ഗാർഡ്. പിന്നെ എത്ര പേരടിച്ച് ഐസിയിലിട്ടെന്ന് പറഞ്ഞേ? 25 പേര്. അതെ, അടി കിട്ടിയിട്ട് ഇവൻ 25 തവണ ഐസി കിടന്നായിരിക്കും പറഞ്ഞത്. അതെ അതായിരിക്കും കാര്യം. ഇരുന്ന് മോങ്ങാതെ എഴുന്നേക്കണം.
ഇവിടെ പരി എണീക്കാൻ ആണോ കേട്ടോ പിടിക്കാൻ പറ്റുന്നില്ല ഒന്ന് പിടിക്കണം ബോസ്. ബോസിനൊന്നും പറ്റിയില്ലല്ലോ. ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ എടാ, ഇത്രയും കാലം നിനക്ക് ഞാൻ കരിമീനും മുട്ടയും ചിക്കനൊക്കെ തന്ന് വളർത്തിയത് ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ കിടന്ന് മോങ്ങാനാണോ? എല്ലാം വേസ്റ്റ് ആയി. ഇറങ്ങി പോടാ. ബോസ് എടാ, നാളെ എങ്ങാനും നീ എന്റെ മുന്നിൽ വന്നാ കൊല്ലുന്നില്ല ഞാൻ. അതെ, നീ എന്റെ ഷോറൂമിന്റെ പരിസരത്ത് പോലും വന്നു പോയത്. പോടാ, ഇറങ്ങിപ്പോ. ബോസ് ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എടാ, നിന്നോടല്ലേ ഇറങ്ങി പോകാൻ പറഞ്ഞത്. എടാ, ഇവന്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറ. എന്റെ 20 മുട്ട ചിക്കൻ കരിമീൻ. എടാ, അവൻ പോയോ? ബോസ് എന്റെ തൊപ്പി. പോട്ടെ. തിരിഞ്ഞു നോക്കാതെ പോടാ. അയ്യോ ഇനി മേലെ നീ എന്റെ കണ്ണോട്ടത്ത് വന്നു വരുന്നത്. പല്ലിയാണ് പല്ലി. ഈശ്വര, ഇവന്റെ കൈ തരിക്കുന്നുണ്ട്. മുന്നോട്ട് പോണോ അതോ പുറത്തേക്ക് ഇറങ്ങി ഓടണോ? ഏയ്, ഓടിയാ നാണക്കേടാ. ഇവിടെ നിന്ന് കൊള്ളാം. നീ ഇതുപോലെ 10 ബോഡികാരനെ കൂട്ടിട്ട് വാ. സത്യം തൊടാൻ കഴിയില്ല. എന്നെ വളർത്തിയതേ ഈ അമ്മയല്ല, എന്റെ അച്ഛമ്മയാ. അയ്യോ സച്ചേട്ടാ ഇങ്ങ് തന്നെ കോട കഴി കേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സംസാരിച്ച് തീർക്കാം. ഇങ്ങനെ അല്ലല്ലോ നീ നേരത്തെ വന്നപ്പോ സംസാരിച്ചത്. നേരത്തെ ഞാൻ വന്നപ്പോ അങ്ങനെ പലതും പറഞ്ഞു കാണും. എന്നാ ഇപ്പൊ ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് ആ ലെറ്റർ കൊടുത്തു വിട്ടത് നീ തന്നെയാ. കൊടുത്തു വിട്ട ആള് നിന്റെ പേരാ എന്നോട് പറഞ്ഞത്. ഏതാ പറഞ്ഞേ? അവന്റെ പേര് നിനക്കറിയാലോ. നീയല്ലേ അവന് കൊടുത്തു വിട്ടത്. നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ അല്ലാന്ന്. നീ അടി വാങ്ങിച്ചു നടക്കും. നിന്നെ ഞാൻ സച്ചി എന്ത് പണി കാണിക്കണേ? ഞാൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം. ഞാൻ അതിന് വേണ്ടി രാവും പോലെ അല്ലാതെ ഓടാ. അതിന് മാത്രമല്ല ശ്രദ്ധ. അല്ലാതെ ഇവരൊക്കെ ഭയപ്പെടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എടാ എന്തിനാ നീ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൈയോഗതേ? ഇത് എവിടത്തെ ശീലമാണ്? എടാ, ചെയ്തതായിട്ട് ചെയ്തു പറഞ്ഞ് ദേഷ്യം വരില്ലേ? ചെയ്യാത്ത കാര്യമൊന്നുമല്ല, ചെയ്ത കാര്യം തന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എഴുതിയത്. അതിലേ ഞാൻ മരിക്കൂന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് മരിക്കണം, അതാ നിന്റെയൊക്കെ ആഗ്രഹം അല്ലടാ? എന്താ നിങ്ങളുടെയൊക്കെ വിചാരം? ആന്റി ഇങ്ങനെ ഒച്ച വെക്കില്ലേ? ഒച്ച വെച്ചാലേ ആ കത്തിൽ എഴുതിയതുപോലെ ഇപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് വരും. സുധി സച്ചി അങ്ങനെ ഒരു കത്തയച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നീ ആ വിഷയം വിട്ടെ. അങ്ങനെ വിടാൻ പറ്റില്ല അച്ഛാ. ഇവൻ തന്നെയാ ഇതിന് പിന്നിലെന്ന് എനിക്ക് കൺഫേം ആ. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ കത്ത് കൊടുത്ത് വിട്ട ആള് തന്നെ എന്നോട് പറഞ്ഞത്. ഇതിൽ വരെ എന്ത് തെളിവാ വേണ്ടത്? ആ പറഞ്ഞ ആളെന്ന് പറയണം. എവിടെ വെച്ച് പറഞ്ഞു? എന്നാ ഒരു പേര് പാർട്ടി നിനക്കറിയായിരിക്കുമല്ലോ. ആരാ പറഞ്ഞേ? അത് പരശ്രുതി ആരാ പറഞ്ഞേ? എന്നോടുള്ള അസൂയ കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സച്ചി തന്നെ. സ്വാമിജി ദേ, സ്വാമി ദേ, ഈ ഫോട്ടോയിൽ കാണുന്നവനാണോ എനിക്ക് തരാനായിട്ട് ഈ കത്ത് സ്വാമിജി ഏൽപ്പിച്ചത്? ഇവനല്ലേ? ഇവൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ? ആണോന്നോ? എന്റെ അനിയനാണ് സ്വാമി. താങ്കൾക്ക് തരുവാനായി എന്റെ കയ്യിൽ ഈ കത്തേൽപ്പിച്ചത് ഇയാളാണ്. ഇതാ നടന്നത്. എന്താ സച്ചേട്ടാ? നീ ആ സമയത്ത് എന്നെ വിളിക്കണമായിരുന്നു. രണ്ടെണ്ണം പൊട്ടിച്ച ആരാണ് ആ കത്തിന് പിന്നിലെന്ന് ആ കള്ളസ്വാമി പറഞ്ഞേ. ആ എന്തിനാ അദ്ദേഹത്തിനെ പൊട്ടിക്കുന്നേ? ആ കത്ത് കൊടുത്തു വിട്ടത് ആരാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അത് കള്ളവാ. ഞാനല്ല കത്തെഴുതിയത്. സച്ചേട്ടാ എനിക്കൊരു സംശയമുണ്ട്. എന്താ രവി? സച്ചേനല്ല കത്ത് കൊടുത്തു വിട്ടത്. എന്നിട്ടും സച്ചേന്റെ ഫോട്ടോ ഫോണിൽ കാണിച്ചപ്പോ അത് സച്ചേട്ടൻ തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിലൊരു കള്ളത്തരമില്ലേ? എനിക്ക് അദ്ദേഹത്തെയാ സംശയം. അദ്ദേഹമായിരിക്കും സച്ചേന്റെ ഏട്ടന് ഇതിനു മുന്നേ കത്ത് കൊടുത്തു വിട്ടത്. അതെ, രേവതി പറഞ്ഞ ശരിയാ. വാമയുടെ വേഷമാർ വന്നായിരിക്കും. എന്നോട് അവിടേക്ക് വരാൻ പറഞ്ഞത് അവൻ പറഞ്ഞിട്ട് ആളായിരിക്കും. അവൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുള്ള കളിയാ. എടാ, എന്നാ ആ സമയത്ത് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? ഇവര് ഓരോന്ന് പറഞ്ഞ് വഴി തിരിച്ചു വിടുക. എനിക്കിപ്പോഴും സച്ചിയെ തന്നെ സംശയം. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് എത്ര തവണ പറഞ്ഞു. എന്നിട്ട് അമ്മയ്ക്ക് എന്താ വിശ്വാസം വരാത്തെ? ചെയ്യാത്ത തെറ്റ് എന്തിനാ സച്ചേന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്? ഇത് വിട് രേവതി, അത് പൊതുവെയുള്ള കാര്യമല്ല. ചെയ്യാത്ത തെറ്റ് ആദ്യമായിട്ടല്ല അവരെന്റെ തല കെട്ടിവെക്കുന്നത്. ഇവനുമല്ല. ഇതൊക്കെ എന്നാ തുടങ്ങിയതാ? ശരി എല്ലാം വിട്. സുധി നിനക്ക് ലെറ്റർ കൊടുത്ത് വിട്ടതിന്റെ പിന്നിൽ സച്ചിയല്ല. ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചേക്കാം. അച്ഛാ, ഇവൻ അല്ലെങ്കിൽ പിന്നെ ആരാ എന്നോട് ചെയ്തത്? ക്ഷേത്രത്തിൽ വെച്ച് നീണ്ട ആള് തന്നെയായിരിക്കും പറഞ്ഞില്ലേ? സ്വാമിയുടെ വേഷം കയറ്റി വന്നവൻ. അല്ല, അവനെന്തിനാ എനിക്കിങ്ങനെ ലെറ്റർ കൊടുത്തു വിടണം? നിങ്ങളെ ഭയപ്പെടുത്തി കാശ് തട്ടിയെടുക്കാനായിരിക്കും പ്ലാൻ. അവൻ ഇതുവരെ എന്നോട് കാശൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇനി അതാണ് പ്ലാനെങ്കിൽ ഇത് നേരിട്ട് കാണുമ്പോൾ ചോദിക്കാറുണ്ടല്ലോ. അത് ശരിയാ. ഇപ്പൊ പണമല്ല അവന്റെ ലക്ഷ്യം, മറ്റെന്തോ ആണ്. ചുമ്മാ ലെറ്റർ തന്നെ ഭയപ്പെടുത്തില്ലോ. നീ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവനെ ചെയ്തേ. അപ്പൊ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ വെറുതെ ഇരുന്ന് ഓരോന്ന് പറയല്ലേ. നീ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ കൂടെ ആരെങ്കിലും ചെയ്ത് കാണും. എന്നാലും വെറുതെ ഇങ്ങനെ ലെറ്റർ എഴുതില്ല.